ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിൽ വീണ്ടും ചില ചർച്ചകളാണ് വരുന്നത്. ചൈനയിലേക്കും സംശയം മുനം നീളുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇതിന് കാരണമായി ചിലർ പറയുന്നത്. ചുറ്റും തുറമുഖങ്ങൾ കൊണ്ട് വേലി തീർക്കുന്ന ചൈനയ്ക്കുള്ള മറുപടിയായാണ് ഇന്ത്യ ചബഹാർ തുറമുഖ നടത്തിപ്പിന് ഇറാനുമായുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ഇതുവഴി മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിൽ ചൈനയെയും പാകിസ്ഥാനെയും മറികടക്കാമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ ഈ കരാറിന്റെയും പാതയുടെയും ഭാവി എന്താകും എന്നൊരാശങ്കയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. എന്താവും പദ്ധതിയോടുള്ള പുതിയ ഭരണകൂടത്തിന്റെ സമീപനം എന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് റൈസിയോട് വലിയ വിദ്വേഷത്തിലായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അതുകൊണ്ട് റൈസിയുടെ മരണത്തിൽ ചൈനയിലേക്കും സംശയമുന നീളുന്നു. ചബഹാർ തുറമുഖം ഏറ്റെടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2002 ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റൂഹാനി പ്രസിഡന്റ് സയ്യേദ് മുഹമ്മദ് ഖഥാമിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവായ ബ്രജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയിരുന്നു. 2003 ജനുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയും ഖഥാമിയും കരാർ ഒപ്പിട്ടു. എന്നാൽ ആ സമയത്താണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. അതോടെ ഇറാനുമായുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. ചബഹാർ അനിശ്ചിതത്വത്തിലുമായി. ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ 6000-ഓളം ഉപരോധങ്ങളാണ് ഇറാനുമേൽ US പ്രഖ്യാപിച്ചത്. പാക് മണ്ണിലൂടെയുള്ള ചരക്ക് നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമായതിനാൽ തന്നെ കടൽ മാർഗം യൂറോപ്പിലെത്തി അവിടെ നിന്നും കരമാർഗം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്ന വഴി മാത്രമേ ഇന്ത്യക്ക് മുന്നിലുള്ളൂ. എന്നാൽ ആ മാർഗം വളരെ ചെലവേറിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അഫ്ഗാൻ ആവശ്യമായ ചരക്കുകൾ എത്തിക്കാൻ ഇന്ത്യക്കുള്ള എളുപ്പ വഴിയാണ് ചബഹാർ തുറമുഖം. അതുകൊണ്ട് തന്നെ ചബഹാർ ഇന്ത്യക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത് നിലവിൽ വരുന്നതോടെ വെട്ടിലാകുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് ചുറ്റും തുറമുഖങ്ങൾ തീർത്ത് ഇന്ത്യയെ കെണിയിലാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഉദാഹരണത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിനാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നയമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. ജിബൂട്ടിയിലെ സൈനിക താവളം ചൈന നവീകരിക്കുന്നു എന്ന രീതിയിൽ ഇടയ്ക്ക് പുറത്തുവന്ന വാർത്തയും ഇതിന്റെ ഭാഗമാണ്. കടക്കണി തന്ത്രത്തിലൂടെയും ചൈന നല്ലൊരു പങ്ക് രാജ്യങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചു. ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലെത്തുന്നതോടെ ഇന്ത്യയും ആ മേഖലകളിൽ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിക്കും. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസിനെതിരെ മറുതന്ത്രമായി ഇന്ത്യ പുറത്തിറക്കിയ നെക്ലസ് ഓഫ് ഡയമണ്ട് നയത്തിന്റെ ഭാഗമായും ഇതിനെ കാണാം. കൂടാതെ ആധുനിക പട്ടുപാത എന്ന് വിശേഷിപ്പിക്കുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിക്കും അതിന്റെ ഭാഗമായി നവീകരിച്ച പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിനും ചബഹാറും INSTയും തിരിച്ചടിയാണ്. INSTയിലൂടെ ഇന്ത്യയുടെ ചരക്ക് നീക്കം വേഗത്തിലാകുന്നതും രാജ്യത്തിന് പദ്ധതിയിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നതും ചൈനയ്ക്ക് വെല്ലുവിളിയാണ്. ഒപ്പം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് സാമ്പത്തിക ബാധ്യതയാകുമോ എന്ന് പേടിച്ച് ചില രാജ്യങ്ങൾ മാറി നിൽക്കുന്നതും ചൈനയ്ക്ക് തിരിച്ചടിയാണ്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ BRIയിൽ നിന്ന് പിന്മാറിയിരുന്നു. യൂറോപ്പിലെ വ്യാപാരികളെ സംബന്ധിച്ചും ആകർഷകമായ ഒന്നാണ് INSTC. സൂയസ് കനാലിലുള്ള വാണിജ്യ പാതയേക്കാൾ 15 ദിവസങ്ങൾ കുറവ് മതി INSTC വഴിയുള്ള ചരക്ക് നീക്കം. ആ സാഹചര്യത്തിലും ഇടനാഴി കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇറാനും തമ്മിൽ ഒപ്പിട്ട കരാർ ചൈനയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ സമയത്താണ് ഇപ്പോൾ റൈസി കൊല്ലപ്പെട്ടിരിക്കുന്നതും. എന്തായാലും റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളാണ് പല വഴിക്ക് നടക്കുന്നത്.